നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം NDA സർക്കാരിന്റെ കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി ഇന്ന് മുംബൈയിലെത്തും. നല്ല സ്വീകരണമാണ് അവിടുത്തെ മലയാളികൾ സുരേഷ് ഗോപിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം കേരളത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. പല പ്രമുഖരെയായിട്ടും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും മറ്റും കാണുന്നതിനുള്ള തിരക്കിലായിരുന്നു. മാത്രമല്ല, എന്തെല്ലാമാണ് ഇനി ഓരോ മേഖലയിലും കൊണ്ടുവരാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ചെല്ലാം വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നും അദ്ദേഹം എല്ലായിടത്തും എത്തുമ്പോഴും അദ്ദേഹം അത് കൃത്യമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇന്ന് മുംബൈയിലാണ് അദ്ദേഹം എത്തുന്നത്. BJP മഹാരാഷ്ട്ര കേരള സെൽ സംസ്ഥാന അധ്യക്ഷൻ KB ഉത്തം കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് സുരേഷ് ഗോപിക്കായി സ്വീകരണം ഒരുക്കുന്നത്. മുംബൈയിലെ ഛത്രപതി ശിവാജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാത്രി 9 മണിയോടെയാണ് സുരേഷ് ഗോപി എത്തുന്നത് എന്ന് അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8:30 അന്തേരി ഈസ്റ്റിലെ വിനയലായ റോഡിലെ ഗുണ്ടാവിലിയിലുള്ള സ്നേഹസദനിൽ ONGC സംഘടിപ്പിക്കുന്ന സ്വച്ഛത പക്വത എന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ശുചിത്വവും പാരിസ്ഥിതിക സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ദേശീയ സ്വച്ഛ് മിഷന്റെ ഭാഗമായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ എത്തിയിരുന്നത്. തൃശൂർകാർക്ക് നന്ദി പറഞ്ഞാണ് സുരേഷ് ഗോപി ത്രിപുരയുടെ മണ്ണിൽ എത്തിയത്. 10 അടി വ്യത്യാസത്തിൽ മുന്നിൽ അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ മണ്ണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ അഗർത്തലയിൽ 0 പോയിന്റിലെത്തി ഭൂമിയെ തൊട്ടു വണങ്ങിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ട ഏതൊരു ഭാരതീയനും ഏതൊരു മലയാളിയും കടന്നുപോയത് അഭിമാന നിമിഷത്തിലൂടെയായിരുന്നു. ത്രിപുര ടൂറിസം ഗതാഗതം ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ സുശാന്ത ചൌധരിക്കൊപ്പമാണ് സുരേഷ് ഗോപി 0 പോയിന്റിലെത്തിയത്. ഇവിടെ എത്തിയപ്പോൾ എന്ത് തോന്നുന്നുവെന്ന മലയാളി ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് അനുഗ്രഹീത നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തൃശൂർക്കാർക്ക് നന്ദിയെന്നുമായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. ഭൂമിയെ തൊട്ടുവണങ്ങി ഒരു നിമിഷം തലയെടുപ്പോടെ അഭിമാനത്തോടെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് നോക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു. ത്രിപുരയിലെത്തിയ സുരേഷ് ഗോപി വിനോദസഞ്ചാര മേഖലകൾ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും വിഷയങ്ങൾ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ടൂറിസം മേഖലയിൽ ത്രിപുരയ്ക്ക് വിപുലമായ സാധ്യതകളുണ്ടെന്നും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. അതേസമയം പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യം, കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആവശ്യം കോടതി തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പീൽ ഹർജിയുമായി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്.